ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യാത്രയുടെ അവസാന ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്യൂൻസ് ടൗണിലാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, നമ്മുടെ വാഹനം റെഡിയായിട്ട് കിടക്കുന്നു. നമ്മളിന്ന് പോകാൻ പോകുന്നത് ക്രൈസ്റ്റ്ചർച്ച് എന്ന അവസാനത്തെ ടൗണിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചുള്ള ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് നാട്ടിലേക്ക്. ഇവിടെ നിന്ന് ദീർഘമായ യാത്രയാണ്. ഏതാണ്ട് 7 മണിക്കൂറോളം നീണ്ട ബസ് യാത്രയാണ്. അത് നമ്മുടെ ന്യൂസിലൻഡിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര ഒട്ടും വിരസമാകാനുള്ള സാധ്യതയില്ല. 7 മണിക്കൂറാണെങ്കിലും അതിനിടയ്ക്ക് ധാരാളം സ്ഥലങ്ങൾ കാണാനുണ്ട്. മൗണ്ടൻ കുക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളെല്ലാം കടന്ന് നമ്മളിന്ന് വൈകുന്നേരം ക്രൈസ്റ്റ്ചർച്ചിലെത്തുന്നു. അവിടെ ഒരു മലയാളി ഹോട്ടലിലാണ് നമുക്ക് ഡിന്നർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ ഉള്ള സിംഗപ്പൂർ എയർലൈൻസ് നമ്മൾ സിംഗപ്പൂർ വഴി നാട്ടിലേക്ക് പോകുന്നു. എന്തായാലും നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ തുടരുന്ന ക്യൂൻസ് ടൗൺ എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ ന്യൂസിലൻഡ് വരുന്നവർ തീർച്ചയായിട്ടും കാണുന്ന സ്ഥലമാണ്. നദികളും ലേക്കുകളും അതുപോലെ മലകളും മഞ്ഞുമലകളും ഒക്കെയാണ് സുന്ദരമായ പ്രദേശം. അപ്പോൾ നമ്മൾ ക്യൂൻസ് ടൗണിനോട് വിട പറയുകയാണ്. ഇനി നേരെ ക്രൈസ്റ്റ്ചർച്ചിലേക്ക്. ഗണപതി ഭഗവാനേ ഇതിടയ്ക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടി നിർത്തിയൊരു സ്റ്റോപ്പാണ്. ക്രോംവെൽ എന്ന് പറയുന്നൊരു ചെറിയ നഗരം. കോഫി ഷോപ്പും ചെറിയ ചില ഷോപ്പുകളും മാത്രമുള്ള സ്ഥലം. അങ്ങനെ ക്രോംവെല്ലിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഓതൻറ്റിക് ഇന്ത്യൻ ക്യൂസിൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഇന്ത്യ ഗാർഡൻ എന്നാണ് പേര്. അതിൻ്റെ സൈഡിൽ തന്നെ തായ് ക്രോം, ഒരു തായ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാൽമൺ ഫിഷ് വളർത്തുന്ന ഫാമിലേക്കാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഫിഷാണ് സാൽമൺ ഫിഷ്. ഏറ്റവും വില കൂടിയ ഫിഷുമാണ്. അപ്പോൾ ഇവിടെ ഫ്രഷ് വാട്ടർ സാൽമണയാണ് നമ്മൾ കാണുന്നത്. ഇത് ഗ്ലേസിയേഴ്സിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇവിടെ തടാകമായിട്ട് കിടക്കുന്നത്. അതിലാണിത് വളരുന്നത്. ഏറ്റവും ഫ്രഷായിട്ടുള്ള സാൽമൺ ഫിഷാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ്. ഇവിടെ വരുമ്പോൾ തന്നെ സാൽമണിൻ്റെ മണം വരുന്നുണ്ട് അല്ലേ? മീനിൻ്റെ മണമില്ലേ? പിന്നെ എന്താ പിന്നെ ഈ സാൽമൺ ഫിഷിൻ്റെ പ്രത്യേകത? സാൽമൺ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്ന ഫിഷാണ്. അത് ഈ കാനഡയുടെ ഏകദേശം അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നാണ് ഏകദേശം ഇതിൻ്റെ ആരംഭം. അപ്പോൾ ഗുരുവായൂർ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഗ്രേറ്റ് ലേക്സ് ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നായിരിക്കും ആരംഭിക്കും. ഗ്രേറ്റ് ലേക്സിൽ നിന്ന് ഇത് ആരംഭിച്ചിട്ട് അത് അവിടെ നിന്ന് ഇതല്ലേ ഈ ഗ്രേറ്റ് ലേക്സിൽ നിന്ന് ആരംഭിച്ച് ഭൂരിഭാഗം ഇത് മറ്റേ ഗ്രേറ്റ് ഒൻറ്റാരിയോ ലേക്ക് വഴിയായി അത് സെൻറ്റ് ലോറൻസ് ഇതിലൂടെ നേരെ പസഫിക്കിലേക്ക് വരണം. ഈ പസഫിക്കിലേക്ക് വന്ന് പിന്നീട് ഈ സാധനം പസഫിക്കിൽ നിന്നും സെൻറ്റ് ലോറൻസ് പോയിട്ട് അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്ക് വന്ന് ഇത് റൊട്ടേറ്റ് ലോകം മുഴുവൻ തിരിഞ്ഞ് ഈ സാധനം തിരിച്ച് കാനഡയിൽ എത്തുന്നതോടുകൂടി ഈ മത്സ്യം പൂർണ്ണമായിട്ട് മുട്ടയും കുഞ്ഞുങ്ങളാവും. ആ മത്സ്യം അവിടെ വെച്ച് അവിടെ നിന്ന് കയറി കാനഡയിൽ നിന്ന് ഈ മത്സ്യം തന്നെ അവിടെ മുട്ടയിടും. ആ മുട്ടയിട്ട് ആ മുട്ടയെ കുരിഞ്ഞ് അവിടെ വിരിയും. ആ വിരിയുന്ന കുഞ്ഞ് ഈ അമ്മയുടെ ശരീരം മാംസം ഭക്ഷിക്കും. അങ്ങനെ അമ്മയുടെ എല്ലാം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ജീവൻ വെക്കുന്ന കുഞ്ഞാണ് വീണ്ടും എന്നിട്ട് അവൻ വീണ്ടും അവന്റെ അമ്മയെ തിന്ന് വീണ്ടും അവൻ മരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് ശരീരം അമ്മയുടെ ശരീരമാണ്. ആ ശരീരത്തിലാണ് അമ്മ അതോട് മരണപ്പെടും. ഇത് അതിലൂടെ വീണ്ടും തുറന്നു. ആ സർക്കിളിൽ ഇപ്പൊ കാനഡയിലൊക്കെ നമ്മൾ പോവാണെങ്കിൽ, നമ്മൾ കാനഡ യാത്രയിൽ കാനഡയിൽ പോവാണെങ്കിൽ അവിടെ യുദ്ധങ്ങളിൽ പോയി ചായ ഇങ്ങനെ മുകളിലേക്ക് കയറി അവിടെ ചാവാൻ വേണ്ടിയിട്ട് മുട്ടയിട്ട് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് കാണാം. എവിടെയും കാടുകളിൽ എവിടെയൊക്കെ പോയിട്ടിട്ട് അവിടെ മുട്ടയിട്ട് ആ കൊണ്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ അതവിടെ കിടക്കും. കിടന്നു കഴിയുമ്പോൾ അത്
അമ്മ എന്നെ ആ കുഞ്ഞ് വലുതായി വരുമ്പോൾ അമ്മേനെ തിന്ന് ആ കുഞ്ഞ് ജീവൻ വെച്ച് വീണ്ടും ആ നദിയിലൂടെ അവൻ സർക്കിള് അവൻ വീണ്ടും ആരംഭിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഹാഫാണ് ഇവിടെ ഫാമാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചാരിയുമാണ്, അവസാനം അമ്മ കഴിക്കുന്ന രീതിയിൽ ക്രിമിനലുമാണ് അല്ലേ? ഏറ്റവും നല്ല മാംസം റോസ് കളറിൽ കണ്ടല്ലോ. അതെ 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 കാണുന്ന മാംസം ഏറ്റവും സ്വാദിഷ്ടമാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ കാനഡയിലൊക്കെ സമയത്ത് അവര് ഈ സമയത്ത് ഫ്രീ ആയിട്ട് പിടിക്കാം, കാരണം ഇത് ഓടില്ല. ഇങ്ങനെ വലിയ ഫിഷായിട്ട് നല്ല വലിപ്പമാകുമ്പോഴേക്കും, കാരണം ഇതൊക്കെ തിന്ന് കൊഴുത്ത മുട്ടയിട്ട് ബിരിയാറാന്ന് കണ്ടിഷോ നല്ല സൈസാവും. അപ്പൊ ആരും പിടിക്കില്ല, കാരണം ഒക്കെ ഈ മനസ്സിലും ഞാനും ചെന്ന് ഇവരൊക്കെ ഓരോരുത്തർ പിടിക്കുന്ന ഓരോരുത്തർ കണ്ടു. മലയാളികളൊക്കെ ഒരുപാട് പോയി പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതും പുഴയുടെ നദിയുടെ ഓപ്പോസിറ്റ് ചാടിയിട്ട് നമുക്ക് പോവാം. ചാടിപ്പോയി കാടുകളിലും പോയി മുട്ടയിട്ട് അത് അതിന്റെ ജീവൻ കഴിക്കുന്നു. സൽമാൻ സൈക്കിള്. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ ഫ്രഷായിട്ട് സാൽമൺ പിടിച്ചു തരും. നമ്മൾ ഏത് തരത്തിൽ പാകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെ പാകം ചെയ്ത് തരും. പക്ഷേ നമുക്കിപ്പം അവിടെ നിന്നൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. അവിടെ പോയി ഷൂട്ട് ചെയ്യുന്ന മോശമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാത്തതാണ്. എന്തായാലും ഇവിടെ കിടക്കുന്ന നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല. ഇതെൻ്റെ ഫാമാണ്. ഇവിടെ കാണുന്നുണ്ടോ? ഈ ഒരു റെസ്റ്റോറൻറ്റിൽ സാൽമൺ ഫിഷിൽ നിന്നൊക്കെയുള്ള പല സാധനങ്ങൾ, സാൽമൺ ഫിഷ് ഉപയോഗിച്ചുണ്ടാക്കിയ പല സാധനങ്ങൾ, അതിൽ ചിക്കൻ സുഷി, സാൽമൺ സുഷി, സ്മോക്ക്ഡ് സാൽമൺ, അങ്ങനെ പല വിഭവങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ ഇവിടെ വന്ന് മീൻ പിടിക്കാം. അങ്ങനെ പിടിച്ചവരൊക്കെയാണ് ഈ കാണുന്നത്. 6.3 കിലോയുടേതും 3.8 അവിടെ എല്ലാം പടങ്ങൾ വെച്ചിട്ടുണ്ട്. വലിയ മീൻപിടുത്തക്കാരെ ഇവരെല്ലാം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഫിഷ് ഫാമിനോട് ചേർന്നുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ സാൽമൺ ഫിഷ് മുഴത്തോടെ വെച്ചിട്ടുണ്ട്. ഇതാ ബോൾ സാൽമൺ ആണോ? ഇതതിൻ്റെ ഡ്രസ് ചെയ്തത് നല്ല റോസ് കളറാണ്. ഫിഷുകളുടെ നമ്പൂതിരിയാണ് സാൽമൺ ഫിഷ്. ഫ്രഷ് വാട്ടർ സാൽമണയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. $6 1 കിലോയ്ക്ക് എന്ന് പറയുമ്പം 6 × 50 300 രൂപയോളം വരും കിലോ. പിൻബോൺ ഫില്ലറ്റ്സ് 45. അതെ അതെ, കൂടുതലല്ല. 100 ഗ്രാമിനാണ് കേട്ടോ. $8 എന്ന് വെച്ചാൽ 400 രൂപ. അപ്പം 4000 രൂപയോളമൊക്കെ വരും. 1500 രൂപയോളം വരുന്നുണ്ട് ഒരു കിലോയ്ക്ക്. $30. എന്നാലും പിന്നെ ചാടി വരുമല്ലോ. പിന്നെ വലിപ്പമല്ലേ, കണ്ടാൽ തന്നെ കൊതിയാണ്. കുഞ്ഞാക്കോട്ടകളിലൂടെ ഒരു ഭാഗം ഇന്റർനാഷണൽ, ഒരു ഭാഗം ഡൊമസ്റ്റിക്കുമാണ്. അവിടെ ഇതെല്ലാം തുറന്ന് കെട്ടിയത്. നേരെ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ മലനിരയാണ് മൗണ്ട് കുക്ക്. മൗണ്ട് കുക്കിനടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുമില്ല എനിക്കുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ കൂട്ടി വാങ്ങും. എങ്ങനെയായാലും കുറച്ച് പൈസ അതിനെ കൊടുത്താൽ കെട്ടിട്ട് ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു മിനിറ്റ് നിർത്തിക്കുന്ന ഒരു ആടിനെ നിർത്തിക്കുന്നുണ്ടില്ലേ, അതുപോലെ ആട് പറയുന്ന പൈസ ഒന്നും കൊടുക്കാൻ even Benny, you and all they all argue, but I want to appreciate that argument. Sometimes argument. നമ്മളിപ്പോൾ മൗണ്ട് കുക്ക് ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് വണ്ടി. ഒരു 10 മിനിറ്റ് സ്റ്റോപ്പ്. അതിലേറ്റവും ഉയർന്നു കാണുന്നതാണ് മൗണ്ട് കുക്ക്. ന്യൂസിലാൻഡിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. മനോഹരമായൊരു തടാകവും ഇവിടെയുണ്ട്.
ഇവിടെ നിന്ന് ഈ മൗണ്ട് കുക്ക് കാണിക്കാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നൊരു പരിപാടിയുണ്ട്. $127 എന്ന് പറയുമ്പോൾ ഏകദേശം 17,000 രൂപയ്ക്ക് തീരുന്ന പരിപാടിയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോയി മൗണ്ട് കുക്ക് കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ കൂടെ ആർക്കൊക്കെ പോകണം താല്പര്യമുള്ളവർ ആരൊക്കെയാണ് നോക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വിസിറ്റേഴ്സ് സെൻറ്ററിൽ എത്തിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡിൻ്റെ കാറ്റ് ഇവിടം വരെ വന്നു കഴിഞ്ഞു. ഹെലികോപ്റ്റർ പോവുകയാണ്. മൗണ്ട് കുക്ക് കാണാനുള്ള ഹെലികോപ്റ്റർ പോവുകയാണ്. പൊങ്ങിക്കഴിഞ്ഞു പോവുകയാണ്. 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഹെലികോപ്റ്റർ റൈഡ്. മൗണ്ട് കുക്കിൻ്റെ അടുത്ത് വരെ പോയിട്ട് തിരിച്ചു വരും. മൗണ്ട് കുക്കിൻ്റെ പശ്ചാത്തലത്തിൽ വെന്നീസ് റോയൽ ടൂറിസ്റ്റിൻ്റെ യാത്രക്കാരും ഇവിടെ നിൽക്കുകയാണ്. മൗണ്ട് കുക്ക് ഇല്ല, ഇറങ്ങി നിൽക്കോ. തിരിച്ചെത്തുകയാണ്. 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം തിരിച്ചു വരുന്നു. അപ്പോൾ അടുത്ത ഗ്രൂപ്പ് പോകാൻ റെഡിയായി നിൽക്കുന്നു. $7,000 കൊടുത്താൽ 20 മിനിറ്റ് മൗണ്ട് കുക്കിൻ്റെ അടുത്ത് വരെ പോയി തിരിച്ചു വരാം. അപ്പോൾ വേറെ വെളിയിലെല്ലാം പോകാൻ കൺട്രിയിൽ പോയിട്ട് നമ്മുടെ കേരള ഫുഡ് വേണം, ചോറ് വേണം, അതുപോലെ കഴിക്കാൻ പഠിക്കുക. അവരുടെ സംസ്കാരം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതിനൊരു ടൂർ ഗ്രൂപ്പായിട്ട് പോകുന്നത്. എനിക്കറിയാം 2022 ഞാൻ ഇസ്രായേൽ അപ്പം അങ്ങനെ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് അത് അങ്ങനെ ഒരു ചിന്താഗതി എനിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ടൂർ പോയത് എനിക്ക് ഏറ്റവും മോശമായ ഒരു അനുഭവം ഉണ്ടായത് ഞങ്ങൾ വിശദനാട്ടിൽ പോയപ്പോഴാണ്. കൊടുക്കാം. അല്ലേ കപ്പോ? അതെ, അതിൻ്റെ സൈഡിലൊരു ഗംഭീരമായ പഴയ പള്ളിയുടെ സൈഡിലാണ് നിർത്തിയിരിക്കുന്നത്. പള്ളി എത്ര പഴക്കമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. എന്തായാലും ആ പള്ളി നമുക്കൊന്ന് കാണാം. ദ ചർച്ച് ഓഫ് ഗുഡ് ഷെപ്പേർഡ് എന്നാണ് പള്ളിയുടെ പേര്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വർഷത്തെയാണ് എന്നൊന്നും എഴുതിയിട്ടില്ല. നോ കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി വിത്തൗട്ട് പെർമിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കല്യാണത്തിനൊന്നും ഉള്ള കല്യാണം പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ
പള്ളി അറിയിക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. യൂറോപ്പിലൊക്കെ കാണുന്ന തരത്തിലുള്ള പഴയ പള്ളിയാണ്. പക്ഷേ പുതിയതാണോ എന്നറിഞ്ഞുകൂടാ, നോക്കട്ടെ. കണ്ടിട്ട് നല്ല പഴക്കം തന്നെ തോന്നുന്നുണ്ട്. ജാനുവരി 1935. അത്ര ഉള്ളു കേട്ടോ പഴക്കം. പക്ഷെ പഴയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ഭംഗി. തന്നെയല്ലേ ബാക്ക്ഗ്രൗണ്ടിലെ മലനിരകളാണ് ഇതിൻ്റെ ഒരു ഭംഗി. രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇവിടുത്തെ ഓരോ ഇഞ്ചിനും. അദ്ദേഹം അവിടെ അങ്ങനെ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവം താഴെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കട്ടെ. ഓ അത് ശരി. ഈ ഒരു പ്രദേശം കണ്ടുപിടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ഡോഗിൻ്റെ സ്റ്റാച്ചു ആണ്. നമ്മളവിടെ കുറവൻ കുറത്തി മല കണ്ടുപിടിച്ച കുറവൻ്റെ പ്രതിമ വച്ചിരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പട്ടിയുടെ പ്രതിമ വച്ചിരിക്കുന്നു. ആരും പറയണേ സൈലന്റ് വേണ്ട കഥ. അതിന് എല്ലാം മുടിച്ചിട്ട് 10 കിലോമീറ്റർ എല്ലാം കഴിച്ചിട്ട് അത്രയൊന്നും ഇല്ല കമ്പി അത്രയൊന്നും കവളക്കൂടാது. അപ്പൊ വേഗം നമ്മളിപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിലെത്തി. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നാണ് നാളെ നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇന്ത്യൻ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് 100% മലയാളി ഹോട്ടലാണ്. ഇരിങ്ങാലക്കുടക്കടുത്ത് കല്ലേറ്റിങ്കര സ്വദേശിയായ ജോസിൻ്റെ ഹോട്ടലാണിത്. അപ്പോൾ നമുക്കിന്നിവിടെ ഡിന്നർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇത്രയും വെളിച്ചത്തിൽ എന്ത് ഡിന്നർ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാരണം ഇപ്പോൾ സമയം 8 മണിയായി രാത്രിയിൽ. ഇവിടെ ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്വന്തം മലയാളി ഹോട്ടലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വരുമ്പോൾ തന്നെ ഒരു മലയാളിയോടെ നിൽക്കുന്നതാണ്, നമ്മുടെ കൂടെയുള്ള ആളാണ്. അതല്ലാതെ ഇവിടെ നമ്മുടെ സ്വന്തം മലയാളം പാട്ട് ഇവിടെയും ടി വിയിലുണ്ട്. അകത്തേക്ക് ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരു ബാർ കൗണ്ടർ ആയതുകൊണ്ടാണ്, എല്ലാം നമ്മുടെ ആൾക്കാരാണ്. ഇതിലേക്ക് കയറുമ്പോൾ ഇൻറ്റീരിയർ നമ്മുടെ കെട്ടുവള്ളത്തിൻ്റെയൊക്കെ ഒരു മാതൃകയിലാണ് ഇൻറ്റീരിയർ. നമ്മുടെ ആളുകളാണ് എല്ലാവരും ഇരിക്കുന്നത്.
ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വലിയ റെസ്റ്റോറൻ്റാണ്. ഇവിടെയും സ്ഥലമുണ്ട്. അടുക്കള. നമുക്ക് ജോസിനോടൊന്ന് സംസാരിക്കാം. ജോസ് അവിടെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഇതാണ് ജോസ്. ഹലോ ജോസ്, നമസ്കാരം. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. കെട്ടുവള്ളത്തിൻ്റെ ഒക്കെ സെറ്റപ്പും ഒക്കെ ആയിട്ട്. നാട്ടിലെ എന്താ പറയുക ബാക്ക് വാട്ടേഴ്സും ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഉണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മുടെ തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് വീൽ ആണല്ലേ? മട്ടാഞ്ചേരി. ഒരു നമുക്ക് അവിടെ നിൽക്കാം, കാരണം ഇവിടെ ഇത്തിരി ശബ്ദമുണ്ട്. കുറച്ച് ശബ്ദരഹിതമായി സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്ഥലം കണ്ടു, നല്ല സ്ഥലം. അപ്പോൾ എത്ര കാലമായി ജോസ് ഇവിടെ എത്തിയിട്ട്? ഞാൻ വന്നത് 2001. 22 വർഷമായി. എന്തായിട്ടാണ് വന്നത് ഇപ്പോൾ ഇവിടെ ആദ്യം? ഞാനിവിടെ ഈ ലിറ്റിലിൻ്റെ ഒരു ഫൗണ്ടറിൻ്റെ കൂടെ മാനേജറായിട്ട്, റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട്. അന്നേരം ആരുടെ ആയിരുന്നു അപ്പോൾ? അതൊരു സുഖീന്നുണ്ട്, ഒരു പഞ്ചാബി. അങ്ങനെയാണ് ഇപ്പോൾ ഒരു മാനേജറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 8 കൊല്ലത്തോളം മാനേജറായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ആളൊരു ബിസിനസ്, ഒരു സക്സഷൻ പ്ലാൻ, ഒരു എന്താ പറയുക, ഒരു ഹാൻഡിങ് ഓവർ ടു ഹോം ഹി വർക്ക് ഫോർ ലോങ് ടൈം, അങ്ങനെ ഒരു പ്ലാനിൽ അത് ഫ്രാഞ്ചൈസ് മോഡലാക്കിയിട്ട് അത് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഞാനും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഞാൻ പ്രൈസ് വെച്ചെടുത്തു. അതേമാതിരി ഡിഫറെൻറ്റ് റീജിയൻ ഓരോരുത്തരും. ശരി. നമുക്കിപ്പോൾ 3 റെസ്റ്റോറൻറ്റ് ഇവിടെ. ശരി, 3 കാഴ്ച തന്നെയുണ്ട്. എല്ലാത്തിനും പേരിൽ ഇത് തന്നെയാണോ? ലിറ്റിൽ ഇന്ത്യ. 3 ലൊക്കേഷൻ. അത് ഇത് ഓഗസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ബ്രാൻഡ് ന്യൂ ആണ്. ഒരു 3 കൊല്ലമായി. ബാക്കിയുള്ളത് കുറേ കൊല്ലം. അപ്പോൾ ഇവിടെ അധികം വരുന്നത് ഇന്ത്യക്കാരാണോ അതോ ഇവിടുത്തുകാരാണോ? ഇവിടുത്തെ. അപ്പോൾ ലോക്കൽസ് വരുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഫുഡ് ഏതാ? ഇന്ത്യൻ ഫുഡ് നമുക്ക് നമ്മുടെ ഞാനൊക്കെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ വെള്ളക്കാര് സ്പൈസി കഴിക്കില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അവര് കഴിക്കുന്ന സ്പൈസി നമുക്ക് തൊടാൻ പോലും പറ്റില്ല. ആണോ? അത്ര ഹോട്ടൽ അവർ കഴിക്കുക. ശരി. മെജോറിറ്റി അല്ല, അറൗണ്ട് 50% ശരി. കഴിക്കുന്ന സ്പൈസി ഫുഡ്. എനിക്ക് തോന്നുന്നു അവർ ഇന്ത്യൻ ഹോട്ടലിലേക്ക് വരുമ്പോഴേ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലേ? മെന്റലി റെഡി. കാരണം അവർ ഈ ഫ്ലേവറില്ലാത്ത ഡെയിലി ഭക്ഷണം കഴിച്ചാൽ അവർ കുറച്ചൊരു സ്പൈസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ അതിന് അവർക്കൊരു എന്താ പറയുക, അവർ മെന്റലി റെഡി ടു ഹാവ് സംതിങ് റിയലി ഹോട്ട്. റെഡിയാണ്, അവരെന്തും കഴിക്കുന്നില്ല. അപ്പോൾ ഈ മലയാളികളുണ്ട് ഇവിടെ കാഴ്ചയിൽ ധാരാളം. മലയാളം കുറേ പേരുണ്ട്. അവരൊക്കെ വരാറുണ്ടോ? അവരും വരാറുണ്ട്. ശരി. നമ്മളൊരു എന്താ പറയുക, ഒരു 33 വർഷമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ മെനു ഇറ്റ്സ് ഓൺലി നോർത്ത് ഇന്ത്യൻ മെനു ആണ്. അതിന് നമ്മൾ കുറച്ച് ട്വിസ്റ്റൊക്കെ ചെയ്ത് ഒരു മലയാളിക്കാർ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചുമാതിരി കോക്കനട്ട് ഓയിലും മസ്റ്റർഡ് സീഡും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മളങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. എങ്കിലും പച്ച മലയാളം ഡിഷ് എന്താ ഉള്ളത്? പച്ച മലയാളത്തിൽ നമ്മുടെ ഫിഷ് മലബാറി. അല്ല, ഇപ്പോൾ രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ ഇടിയപ്പം, ദോശ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇവിടുത്തെ ടൈമിങ്ങിന് ഡിഫറെൻ്റ് ആണ്. നമ്മളിവിടെ 11:30 തുറക്കും. 11:30 to 2, അതിന് 2 to 5 ബ്രേക്ക്. അടച്ചിടും. 5 ബ്രേക്ക്. 5 to 10. ശരി. മെയിൻ ബിസിനസ് ചെയ്യുന്നത്. ശരി. അപ്പം ജോസിൻ്റെ വൈഫും ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വന്നത് 2 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശരി. വൈഫ് കുറച്ച് അക്കൗണ്ട്സിനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബെന്നി ഇവിടെ കഴിഞ്ഞാണ് വന്നപ്പോഴൊക്കെ ജോസിനെ കണ്ടിരുന്നു അല്ലേ? ഇവർ ഏകദേശം അടുത്തുള്ള രാജ്യക്കാരാ അല്ലേ? കല്ലേറ്റിൻകരയും മാളയും അല്ലേ? ശരി. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ ബെന്നി പറയുന്നുണ്ട് നമുക്ക് ഉഗ്രം ഫുഡ് കിട്ടും ജോസിൻ്റെ ഹോട്ടലിൽ പോയാലെന്ന്. അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം, കാരണം ഇത് നല്ലതാണെന്ന് അറിയണമല്ലോ. നാട്ടിൽ നിന്നുണ്ടെന്നല്ലേ? വലിയ വാതിൽ നമ്മുടെ ഇരിഞ്ഞാലക്കുട ആശേരി ഉണ്ടാക്കിയതാണ്. ശരി. ഉണ്ടാക്കിയതൊക്കെ. പിന്നെ ഇതൊരു നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അകത്ത് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ ചെട്ടിനാട് അല്ലേ? വുഡ് വർക്കൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും എല്ലാവരുടെയും മൊത്തം സന്തോഷമുണ്ട് ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ. ഓക്കെ, ഇനി ബാക്കി ഭക്ഷണം കഴിഞ്ഞിട്ട് അല്ലേ? അതെ, കാരണം അത് കഴിഞ്ഞ് ബാക്കി അഭിനന്ദിക്കുന്നുള്ളൂ.
അപ്പോൾ ഇതാണ് കിച്ചൺ അല്ലേ? മലയാളികളുണ്ടോ നമ്മുടെ കിച്ചണിൽ? ഇല്ലല്ലേ? മലയാളികൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫുഡിന്റെ കോൺസെപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് ഇവന്മാരൊന്ന് രാവിലെ തൊട്ട് പറഞ്ഞ് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ അവർ ചെയ്തിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഭക്ഷണം കഴിയുമ്പോൾ അറിയാം. ഹായ് ഓൾ. ഹായ്. ഹായ് ഹായ് ഹായ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഇവരൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അവര് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫൈനൽ പ്രോഡക്റ്റ് അല്ല അതിന്റെ പിന്നിലുള്ള പരിശ്രമമാണ് അതിന്റെ. അതെ അതെ തീർച്ചയായിട്ടും. അതാണ് അതിന്റെ ഓക്കെ. പിന്നിലുള്ള പരിശ്രമം. എനിവേ അപ്പോൾ നമ്മളിനി ഒന്ന് കഴിച്ചിട്ട് ബാക്കി. ഇത് ബീഫല്ലേ? നാടെന്ന് വെച്ചാൽ ഇവിടുത്തെ നാടനോ നാട്ടിലെ നാടനോ? ഇവിടുത്തെ നാടൻ. ഇവിടുത്തെ നാടൻ ആണല്ലേ? നാടൻ. ഓക്കെ. അപ്പോൾ എല്ലാം കൂടെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. അപ്പോൾ ബാക്കി കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ജോസിനെ കാണുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരെണ്ണം അടിക്കട്ടെ. അപ്പോൾ ഇവിടെയാണ് ബാറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ്. നമ്മുടെ പ്രിയപ്പെട്ട സാധനം ബക്കാടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ചേസ് അടിച്ചോ, എല്ലാവരും ചേസ് അടിച്ചോ. ചേഴ്സ് ചേഴ്സ്. അപ്പോൾ ഇത് ബിബിൻ നമ്മളെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വെളിയിൽ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നടന്നപ്പോഴത്തേക്കും ബിബിൻ എന്നെ കണ്ടു. ഇതുവഴി കാറിൽ പോകുമ്പോൾ അങ്ങനെ ബിബിൻ വന്നു, മിണ്ടി. ബിബിൻ ഹായ്. ബിബിനും ഭാര്യയും 5 വയസ്സുള്ള കുഞ്ഞും ഇവരാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലേ? ബിബിൻ എങ്ങനെയുണ്ട് ജീവിതം? എത്ര വർഷമായി വന്നിട്ട്? ബിബിനും വൈഫും നേഴ്സാണ് അല്ലേ? നേഴ്സാണ്. എവിടെ? നാട്ടിലെവിടെയാണ്? കോതമംഗലം. വൈഫോ? പാലായത്. എങ്ങനെയുണ്ട് ജീവിതം? എല്ലാം സുഖം? പ്രകൃതി ഭംഗിയാണ്, അടിപൊളി. എത്ര കാലം കൊണ്ട് നാട്ടിൽ പോകും? നാട്ടില് 2 വർഷമൊക്കെ കൂടുമ്പോഴാണ് നാട്ടിൽ മിക്കതും പോകുന്നത്. ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പ് പോയതാണ്. അതുകൊണ്ട് ഇപ്പൊ 4 വർഷമായി നാട്ടിൽ പോയിട്ട്. 4 വർഷമായി? 4 വർഷമായി നാട്ടിൽ പോയിട്ട്. അപ്പൊ ഈ കുഞ്ഞിന് 5 വയസ്സ്. അപ്പൊ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവല്ലോ കുഞ്ഞിനെ അല്ലേ? അല്ലേ? അല്ല തൊടണ്ടേ ഇങ്ങനെ അല്ലേ? മിസ് ഉണ്ടാവും. അപ്പോൾ എന്നാ ഇനി നാട്ടിലേക്ക്? ഓഗസ്റ്റിൽ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ 45 പേര് വന്നു. ബിബിൻ നമ്മൾ വെളിയിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ കണ്ടു. അങ്ങനെയുള്ള സന്തോഷമുണ്ട് ബിബിൻ. അപ്പോൾ എന്തായാലും സീ യു. ഇവിടെ അല്ലെങ്കിൽ നാട്ടിൽ കാണും. സന്തോഷം. ഓക്കെ ബിബിൻ. ഓക്കെ. Mark. I know it's broken. I know. I'm sorry. The cord is broken. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. ജോസേ ബൈ. താങ്ക് യു സോ മച്ച്. Thank you for coming. Yeah. Okay, and we had a lovely time serving you guys. Thank you. All the best for your restaurant. Thank you. We'll be looking forward to this video, eh? Definitely. Thank you. Yeah. Thank you so much. Thank you. Have a good night. അപ്പോൾ കമൻറ്റ് ഓഫ് ദ വീക്ക് എന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മൾ ചെയ്യുന്ന ഏത് വീഡിയോയുടെയും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച കമൻറ്റുകൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും. 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്. അത് സ്പോൺസർ ചെയ്യുന്ന റോഡ്മേറ്റ് എന്ന ആപ്പാണ്. എന്ത് കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായ എന്ത് കാര്യവും കമൻറ്റ് ചെയ്യാം. രസകരമായ കമൻറ്റ് ചെയ്യാം. എന്ത് തരത്തിലും ചെയ്യാം. രസകരമായ കമൻറ്റുകൾക്ക് മാത്രമല്ല സമ്മാനം എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കട്ടെ. വളരെ പോസിറ്റീവായ വിമർശനങ്ങൾ പറയുന്ന കമൻറ്റുകൾക്കും
തീർച്ചയായിട്ടും സമ്മാനം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു വാഹനം ഇല്ലെങ്കിൽ പോലും ഉപയോഗിക്കാവുന്ന സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വാഹനമില്ലാത്തവരും വിഷമിക്കേണ്ട. അതുപോലെ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും കമൻറ്റ് ചെയ്യാം. അവരുടെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ രസകരമായ കമൻറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ വിമർശനാത്മകമായ കമൻറ്റുകൾ ചെയ്യുക. എല്ലാത്തിനും സമ്മാനം പ്രതീക്ഷിക്കാം.